എല്ലാവർക്കും നമസ്കാരം. ഈസി ടെക്കിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വി-ഗാർഡിന്റെ ഇലക്ട്രിക് സ്റ്റെബിലൈസറിന്റെ ഫുൾ റിപ്പയറിംഗ് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് നോക്കി അറിയാൻ 2 to 4 മിനിറ്റ് ആണ് ടൈം ഡീലർ കൊടുത്തേക്കണേ. അപ്പോൾ സ്റ്റെബിലൈസറിന്റെ കംപ്ലൈന്റ് നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എത്ര മണിക്കൂർ കുത്തിയിട്ടാലും ഇൻപുട്ട് ലൈറ്റ് തെളിയും, ഔട്ട്പുട്ട് ഉണ്ടാവില്ല. വി-ഗാർഡിന് തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് ആണിത്. അപ്പോൾ നമുക്കിത് അഴിച്ച് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാം. മെയിനായിട്ട് വരുന്ന ട്രാൻസ്ഫോമർ ആണ്, പിന്നെ വോൾട്ടേജ് കൺട്രോൾ ഉള്ള ഒരു PCB ആണ്. ഇത് ക്വിക്ക് സ്റ്റാർട്ടിന്റെ സ്വിച്ച് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ PCB കറക്റ്റ് ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് അപ്പം തന്നെ വരും. ഇത് ഷോർട്ട് ആയിട്ട് ഔട്ട്പുട്ട് വരുന്നില്ല, അപ്പോൾ PCB ആണ് കംപ്ലൈന്റ്. അപ്പോൾ PCB ഒന്ന് അഴിച്ച് അതിന്റെ വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ട്രാൻസ്ഫോമറിൽ സപ്ലൈ വരുന്നത്. പിന്നെ അതിന്റെ റെക്ടിഫയർ ആണ്. പിന്നെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഉണ്ട്. ക്വിക്ക് സ്റ്റാർട്ട് സ്വിച്ച് അതിന്റെ അടുത്ത് തന്നെയാണ് ഡിലേ കപ്പാസിറ്റർ. അപ്പോൾ ഈ കപ്പാസിറ്റർ പയ്യനെ ചാർജായി 4 വോൾട്ട് എത്തുമ്പോഴാണ് നമ്മുടെ സ്റ്റെബിലൈസറിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മീറ്റർ വോൾട്ടേജിന്റെ സെക്ഷനിലേക്ക് ചേഞ്ച് കൊടുക്കാം. അപ്പോൾ DC ഒരു 16 വോൾട്ടാണ് തന്നെ. അപ്പോൾ നമ്മൾ 20 വോൾട്ടിന്റെ റേഞ്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീറ്റർ. ബോർഡ് അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട 3 സ്ഥലത്ത് വോൾട്ട് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും വരായിരുന്നാൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ മെയിൻ ആയിട്ട് ഫിൽട്ടർ കപ്പാസിറ്ററിന്റെ അവിടെ ഒരു 16-17 വോൾട്ട് വരണം. അതുപോലെ ലൈനിൽ നിന്ന് വരുന്ന 3 വോൾട്ട് സപ്ലൈ വരണം. പിന്നെ ഡിലേ കപ്പാസിറ്ററിന്റെ അവിടെ 4 വോൾട്ട് വന്നാൽ മാത്രമാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് വോൾട്ടാണ് വരാത്തത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫിൽട്ടർ കപ്പാസിറ്ററിന്റെ ചെയ്യാം. അപ്പോൾ നമ്മുടെ മീറ്റർ നോക്കിയാൽ കാണാം 16-17 വോൾട്ടിന്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. നമ്മുടെ ഫേസിൽ നിന്ന് ന്യൂട്രലിൽ നിന്നും ഒരു റെസിസ്റ്റന്റ് ഇവിടെ ഒരു 3 വോൾട്ട് സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിൽ നിന്ന് വരുന്ന 3 വോൾട്ടും കറക്റ്റാണ്. ഇനി നമുക്ക് ഡിലേ കപ്പാസിറ്ററിന്റെ അവിടെ 4 വോൾട്ട് വന്ന് നോക്കണം. അത് 4 വോൾട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് സ്റ്റെബിലൈസറിന്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ വോൾട്ടേജ് ഒന്നും കാണിക്കണില്ല. ഇതാണ് ഡിലേ കപ്പാസിറ്റർ 125 ആണ് എടുക്കണേ. നമുക്ക് ആ സെയിം തന്നെ കപ്പാസിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് ബട്ടൺ ഷോർട്ട് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കണമെന്ന്. നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ബട്ടൺ ഷോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് LED കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിലേ കപ്പാസിറ്റർ പോയതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരായിരുന്നത്. ഇനി നമുക്ക് സ്റ്റെബിലൈസറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെ സിമ്പിൾ ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.